ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. യൂണിവേഴ്സിറ്റി റീഡിംഗ് സോൺ കേരളയിലെ കുറച്ച് റാൻഡം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഞ്ചസ് എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ കുട്ടികളെല്ലാവരും തന്നെ കമൻറ്റ് ഇടുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോയിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നോ, പിന്നെ നമ്മുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. ഒത്തിരി പേര് ടൈം തികഞ്ഞില്ല എന്നൊരു ഇഷ്യൂ പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ ഗൈഡ് ലൈൻസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ ഒരു കാര്യം പറയരുത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് എഴുതുക, എസ്സേക്ക് 15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് എഴുതാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബുക്ക്ലെറ്റിന്റെ കേസും എല്ലാവരും പറഞ്ഞത് കറക്റ്റ് പേജ് തികഞ്ഞു, അങ്ങനെ 24, 21, 22 പേജിലൊക്കെ എഴുതാൻ പറ്റി, പിന്നെ ബാക്കി വന്നു പേജ്, അങ്ങനെ പേജസിന്റെ ഇഷ്യൂ വന്നിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഇടാം. നമുക്കപ്പം കേരളയുടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത റാൻഡം ക്വസ്റ്റ്യൻസ്, അതിപ്പോൾ ഷോർട്ട് എസ്സേ 2 മാർക്ക്, അതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എസ്സേന്റെ സെക്ഷൻ പ്രത്യേകിച്ച് ഞാൻ എന്താ പറയുക, നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ ഒക്കെ പറഞ്ഞതായിരുന്നു റിപ്പീറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അപ്പം അതേപോലെ നമുക്ക് കേരളയും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് ഹൂ വാസ് നിക്കോളാസ് കൊയ്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രിഞ്ചസിൽ ഒന്നും ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ളിൽ നിന്ന് ചോദിച്ചിട്ടില്ല, എല്ലാ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ PDF തന്നെ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹൂ വാസ് നിക്കോളാസ് കൊയ്ലോ? നിക്കോളാസ് കൊയ്ലോ എന്ന് പറയുന്നത് വാസ് ദ കമാൻഡർ ഓഫ് ദി വെസൽ നെയിം ദി സാൻ മിഗായിൽ, വൺ ഓഫ് ദി 3 വെസൽസ് ഓഫ് ദി ഫ്ലീറ്റ് ഓഫ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയുടെ 3 വെസൽസിൽ ഒരു വെസലിലെ ക്യാപ്റ്റൻ ആയിരുന്നു, കമാൻഡർ ആയിരുന്നു നമ്മുടെ നിക്കോളാസ് കൊയ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ 3 വെസൽസിന്റെ പേര് ഷിപ്പ് എന്ന് പറയണ്ട, വെസൽ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു 3 വെസലിന്റെ പേരും അതിൽ ഓരോരുത്തരുടെ ക്യാപ്റ്റൻ ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കാം. ദെൻ അതിൽ ഒരു വെസൽ ബ്രേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ നിക്കോളാസ് കൊയ്ലോ വാസ്കോ ഡ ഗാമയുടെ വെസലിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. 3 വെസലിന്റെ പേരും പഠിച്ചോളൂ, സ്പെല്ലിംഗ് തെറ്റാതെ. ദെൻ രണ്ടാമത്തെ ചോദ്യം, വേർ ഇസ് ദ റെഫ്യൂജി ഓഫ് ദി പാണ്ഡവാസ് ആൻഡ് വേർ ആർ ദേ ലിവിങ്? എവിടെയാണ് പാണ്ഡവര് കഴിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റെഫ്യൂജ് ഓഫ് ദി പാണ്ഡവാസ് ഈസ് ദ ദ്വൈത വുഡ്സ് വേർ ദേ ഡ്വെൽ വിത്ത് ബെനിങ് സേജസ്. അവര് ദ്വൈത വുഡ്സിലാണ്, ദ്വൈത വനത്തിലാണ് കഴിയുന്നത്. ദ്വൈത വുഡ്സ് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവിടെ ബെനിങ് സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനി സന്യാസിമാരുടെ കൂടെയാണ് അവർ കഴിയുന്നത്. ദെൻ ഹൂ ഇസ് ദ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി ഇൻ ദ സ്റ്റോറി? അപ്പൊ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റിയിലെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളത് കുഞ്ഞാത്തോൽ അമ്മേനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പെല്ലിംഗ് നോക്കുക കേട്ടോ, KUNJ അല്ല, H ആണ് കേട്ടോ, കുഞ്ഞാത്തോൽ അമ്മ. Then, what is the Neolithic age and where were weapons of this age found in modern Kerala? Neolithic ageലെ വെപ്പൺസ് എവിടെയാണ് കണ്ടെത്തി എന്ന് പറയുന്നത്? ഡിസ്ട്രിക്ട് ഓഫ് കോഴിക്കോട് ആൻഡ് എറണാകുളം. Then അടുത്തത്, വിച്ച് മിത്ത് ഡിഡ് തകഴി അഡോപ്റ്റ് ഫോർ ഹിസ് നോവൽ ചെമ്മീൻ? ഈ ചെമ്മീനിലെ മിത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് 2 പാഠഭാഗത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് മിത്ത് ആൻഡ് ലിറ്ററേച്ചറിലും, ഒന്ന് നമ്മുടെ 15 years ഓഫ് മലയാളം സിനിമ ആ ഒരു ഇതിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കാം. 2 പാഠഭാഗത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ 50 years നമുക്ക് ഒത്തിരി സിനിമകളുടെ വരുന്നുണ്ട്. ഞാനത് ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ചെറിയൊരു നോട്ട് എല്ലാ സിനിമകളുടെയും കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ചെമ്മീനിലെ മിത്ത് ആലപ്പുഴ കോസ്റ്റിലുള്ള അരയൻസ് കണ്ടോ, അവര് അരയന്മാരെന്നാണ് വിളിക്കുക, മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ നമ്മൾ കടലമ്മയുടെ കാര്യം നിങ്ങൾ നോക്കണം. ഇവർ രക്ഷിക്കുന്നതായിട്ടും ലൈഫ് ടേക്കറും ലൈഫ് ഗിവറായിട്ട് പറയുന്നത് ഈ ഒരു കടലമ്മേനെയാണ്. അപ്പം ആ ഒരു കടലമ്മയുടെ ഇത് പഠിക്കുക. പിന്നെ ആ ഒരു മിത്ത് എന്ന് പറയുന്നത് കടലിലെ അരയന്മാർ മീൻ പിടിക്കാനായിട്ട് പോയി തിരിച്ചു വരുന്നത് വരെ അവരുടെ ഭാര്യമാർ ടെയിൻലെസ് ലൈഫായിട്ട് ജീവിക്കണമെന്നാണ് പറയുന്നത്. ടെയിൻലെസ് ലൈഫ് എന്ന് പറയുമ്പം വേറെ ആരോട് ഇഷ്ടമൊന്നും തോന്നാതെ പതിവ്രതകളായിട്ട് തന്നെ നാട്ടിൽ കഴിയേണ്ടതാണ്. എങ്ങാനും അവർ വേറെ ആരെങ്കിലുമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കടലിൽ മീൻ പിടിക്കാൻ പോയി അവരുടെ ഭർത്താക്കന്മാർ മരണപ്പെടുമെന്നാണ് മിത്ത്. ഓക്കെ, അപ്പൊ ആ മിത്താണ് നമ്മുടെ തകഴി ചെമ്മീൻ എന്ന് പറയുന്ന നോവലിൽ എഴുതിയിരിക്കുന്നത്. ആ നോവൽ എടുത്തിട്ടാണ് പിന്നെ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയായിട്ട് രാമു കാര്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ചെമ്മീൻ എന്ന് പറയുന്ന ടൈറ്റിൽ ബുക്കിലും സിനിമയിലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം അതൊന്നും നിങ്ങൾ പഠിച്ചു വയ്ക്കും. അപ്പം നമ്മുടെ മിത്ത് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പാഠഭാഗത്തിലും പിന്നെ 50 years ഓഫ് മലയാളം സിനിമയിലത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത്, വൈ വാസ് കൊച്ചുതൊമ്മി കം ടു സീ ദ നരേറ്റർ? നരേറ്ററിനെ എന്തിനാണ് കാണാൻ വന്നത്? ഒത്തിരി ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു ഫാനാണ്, അതുകൊണ്ടാണ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നേരിട്ട് കാണാനാണ് വന്നത്.
ദെൻ ഹു ഈസ് ദ ഫൗണ്ടർ ആൻഡ് പബ്ലിഷർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ? സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ വക്കം മൗലവിയാണ്. ഫസ്റ്റത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. രണ്ടാമത്തെ എഡിറ്റർ രാമകൃഷ്ണ പിള്ളയാണ്. ഓക്കെ, രാമകൃഷ്ണ പിള്ളയ്ക്കാണ് മുഴുവൻ അതിൽ ഉള്ള റൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ ഇയേഴ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 1905 ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1905 മുതൽ 1906 വരെ അതിൻ്റെ എഡിറ്റർ, ഫസ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് ഗോവിന്ദപിള്ളയായിരുന്നു കേട്ടോ. ദെൻ അത് കഴിഞ്ഞിട്ട് 6 കഴിഞ്ഞിട്ട് 6 മുതൽ 1910 വരെ അതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് രാമകൃഷ്ണ പിള്ളയായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 10 പിന്നെ ഇവർ ബ്രിട്ടീഷ് ഇവരുടെ പ്രസ് കാര്യങ്ങളൊക്കെ ജപ്തി ചെയ്യുന്നത്. ദെൻ അടുത്തത് ഹു വാസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് രാമകൃഷ്ണ പിള്ളൈ? CP ഗോവിന്ദപിള്ളയായിരുന്നു. രാമകൃഷ്ണ പിള്ളയ്ക്ക് മുന്നാണ്. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ഈസ് SJPS ആൻഡ് ഹൂ ഫോംഡ് ഇറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SJPSന്റെ ഫുൾ ഫോം ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സാധുജന പരിപാലന സംഘം. 1907 ഫോം ചെയ്യുന്നത്. അയ്യങ്കാളിയാണ് ഫോം ചെയ്യുന്നത്. അതിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ കാസ്റ്റിലെയും താഴ്ന്ന, എല്ലാ റിലീജിയൻ അല്ലെങ്കിൽ എല്ലാ കാസ്റ്റിലെയും താഴ്ന്ന രീതിക്കുള്ള ആളുകളുണ്ട്. പുവർ പീപ്പിൾ, സാധുജനം, അവരെല്ലാവരും. അല്ലാതെ ദളിറ്റ്സിന് മാത്രം വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല കേട്ടോ. നോട്ട് ഓൺലി ഫോർ ദളിറ്റ്സിന് വേണ്ടി മാത്രമായിരുന്നില്ല. എല്ലാ സാധുജനം, പുവർ പീപ്പിളിനെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഘമായിരുന്നു അത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് സാധുജനം എന്നുള്ളത് സെപ്പറേറ്റ് നമുക്ക് ചോദിക്കാം കേട്ടോ. സാധുജനം എന്ന് പറയുമ്പോൾ പുവർ പീപ്പിൾ ആണ്. എല്ലാ കാസ്റ്റിലെയും പുവർ പീപ്പിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് വാട്ട് ഈസ് പാർവതി അമ്മാസ് ഒപ്പീനിയൻ റിഗാർഡിങ് ഷിന്നൻസ് എഡ്യൂക്കേഷൻ? ഷിന്നന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പാർവതി അമ്മയുടെ ഒപ്പീനിയൻ. പാർവതി അമ്മ ആരാ? നമ്മുടെ ഇതിലെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് മാധവന്റെ അമ്മയാണ് പാർവതി അമ്മ. ഷീ തിങ്സ് the education of Shinnan is a matter that should be decided by വല്യമാമൻ. വല്യമാമൻ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് നമ്മുടെ പാർവതി അമ്മ പറയുന്നത്. അപ്പം നമ്മുടെ മാധവനെ പഠിപ്പിച്ചതൊക്കെ വല്യമാമൻ തന്നെയാണല്ലോ. അപ്പോൾ ഷിന്നന്റെ എഡ്യൂക്കേഷനും ആര് തന്നെ സപ്പോർട്ട് ചെയ്യും? വല്യമാമൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് പാർവതി അമ്മ പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ട്രൈബ് ഇസ് മോസ്റ്റ് ബാക്ക്വേർഡ് നിൽക്കുന്നത്? പണിയർ എന്ന് പറയുന്ന ഒരു ട്രൈബാണ് ബാക്ക്വേർഡ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ളത് വയനാടാണ്. സെക്കൻഡ് ആണ് അട്ടപ്പാടിയിലാണ് സെക്കൻഡ് ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ളത് കേട്ടോ. ദെൻ എന്താണ് കുടിപ്പക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഫിഡാണ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തം പകയായിട്ടാണ് കുടിപ്പകേനെ പറയുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആരെങ്കിലും ഒരു മെമ്പർ മറ്റൊരു കമ്മ്യൂണിറ്റിയിലെ ആളെ അറ്റാക്ക് ചെയ്യുമോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് വേണ്ടി അവിടെയുള്ള എല്ലാവരും, ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അതിനു വേണ്ടി പക വീട്ടുമെന്നാണ് കുടിപ്പക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. then അടുത്തത് ഹൂ ഓൾ വേർ ദർ ഇൻ കൊച്ചു ടോമീസ് ഫാമിലി? കൊച്ചു ടോമിയുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? 9 മക്കളാണ്. 4 ആൺമക്കളും 5 പെൺമക്കളും. തെറ്റിപ്പോരുത് കേട്ടോ. ദെൻ എല്ലാ പെൺകുട്ടികളുടെയും കല്യാണം കഴിച്ചു കൊടുത്തു. ആൺമക്കളൊക്കെ സെറ്റിൽഡ് ആയി. വൈഫ് മരിച്ചു. ഇപ്പം ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വയ്യാതെ കിടന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കായിരുന്നു കൊച്ചു ടോമി. അവിടെ നിന്ന് നേരെയാണ് ബഷീറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് റിഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റററി ഡിവൈസ് ആണ്. ഒരു കവിതയിൽ ഒരു ഫ്രേസോ ഒരു സിംഗിൾ വേർഡോ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഒരു പാലിൻഡ്രോം അല്ലെ, ഏറ്റവും വലിയ പാലിൻഡ്രോം ആണ് അവിടെ റിഫ്രെയിൻ ചെയ്ത് ഗസൽ എന്ന് പറയുന്ന കവിതയിൽ വരുന്നത്. ദെൻ ഹു ടോക്ട് അബൌട്ട് ദി ഐഡിയ ഓഫ് റീപ്ലേസിംഗ് മെമ്മറി എന്ന് പറയുന്ന ഐഡിയനെ കുറിച്ച് സംസാരിച്ചത് ആരായിരുന്നു? ദ കെന്യൻ റൈറ്റർ ന്യൂക് വാ ത്യാങ്കോ. അപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ, തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് പഠിച്ചോളൂ. റീപ്ലേസിംഗ് മെമ്മറി എന്ന് പറഞ്ഞത് ഈ ഒരു കെന്യൻ റൈറ്റർ ആണ്. ദെൻ 16ാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ദ മീറ്റർ ഓഫ് ദി പോയം ആത്മോപദേശ ശതകത്തിന്റെ മീറ്റർ. ഇത് സംസ്കൃത കവിതകളിലാണ് ഈ മീറ്ററിന്റെ കേസ് പറയാ. അത് നമ്മുടെ ആത്മോപദേശ ശതകത്തിന്റെ മീറ്റർ മൃഗേന്ദ്രമുഖം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഈ ആത്മോപദേശ ശതകത്തിൽ ഹൗ മെനി വേഴ്സസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? എത്ര വേഴ്സസ് ഉണ്ട് ആത്മോപദേശ ശതകത്തിൽ? വേഴ്സസ് മീൻസ് സ്റ്റാൻസ. 100 സ്റ്റാൻസ ഉണ്ട്. അതിൽ നമുക്ക് 4 എണ്ണേ പഠിക്കാനുള്ളൂ. പക്ഷെ ഹൗ മെനി വേഴ്സസ് ഓർ സ്റ്റാൻസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 എണ്ണാണുള്ളത് കേട്ടോ. ദെൻ ഹൂ ഈസ് ദ ഗോഡസ് ഓഫ് വാർ ഇൻ ട്രൈബിന്റെ എന്താ പറയുക യുദ്ധത്തിന്റെ ദേവത എന്നറിയപ്പെടുന്നത്
കോട്രവൈ എന്ന് പറയുന്ന ഒരു ദേവതേനെയാണ്. സ്പെല്ലിംഗ് കൃത്യമായിട്ട് പഠിക്കുക. Then what is Gosha? എന്താണ് Gosha? Gosha of the title refers to the pastures where cattle and cattle herders live together. Gosha എന്ന് പറയുന്നത് pastures ആണ്, പുൽമേടുകളാണ്. അവിടെ കന്നുകാലികളെ മേയ്ക്കുന്ന ആളുകളും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഈ ഘോഷ. അപ്പൊ നമ്മുടെ ദുര്യോധനൻ ഇങ്ങനെ ഘോഷകളുണ്ട് നമ്മുടെ വനത്തിന് ചുറ്റുമായിട്ട്. അപ്പൊ ഈ ഘോഷയിലേക്ക് ദുര്യോധനൻ നടത്തുന്ന യാത്രയാണ് ഘോഷയാത്ര. ഓക്കെ. ദെൻ അടുത്തത് എന്താണ് വില്ലുവണ്ടി യാത്ര? വില്ലുവണ്ടി, അപ്പൊ നമ്മൾക്ക് ഘോഷ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഘോഷയാത്ര എന്ന് പറഞ്ഞ ടൈറ്റിലിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് നടത്തുന്ന യാത്രയാണെന്നുള്ളത് എഴുതേണ്ടത് കേട്ടോ. ദെൻ അടുത്തത് എന്താണ് വില്ലുവണ്ടി യാത്ര? വില്ലുവണ്ടി യാത്ര ഓഫ് 1893 was an uprising against the injustice the Dalits suffered by അയ്യങ്കാളി. അതായത് ദളിത്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായിട്ട് ഒരു യാത്ര, ഒരു വില്ലുവണ്ടിയിൽ കയറിയിട്ട്, ഒരു ബുള്ളോക്കാട്ടാണ് അത്, കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു വില്ലുവണ്ടിയിൽ കയറിയിട്ട് അയ്യങ്കാളി നടത്തുന്ന ഒരു യാത്രയാണ്. യാത്ര എന്ന് പറയേണ്ട, ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ അടുത്തത് ഹൗ ഡസ് ദ വാട്ടർ കം ഇൻ ടു ദ ഹൗസ്? അപ്പോൾ വാട്ടർ കം ഇൻ ടു ദ ഹൗസ് ലൈക്ക് എ ലോങ് നോൺ നെയ്ബർ. നമ്മുടെ പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറയുന്ന കവിതയാണ് ഈ ഒരു ചോദ്യം. വില്ലുവണ്ടി യാത്രയൊക്കെ വരുന്നത് അയ്യങ്കാളിയുടെ പാഠഭാഗമാണ്. ഘോഷയാത്രയൊക്കെ വരുന്നത്, നിങ്ങൾക്ക് പാഠഭാഗത്തിന്റെ പേരൊക്കെ ഏകദേശം ഇപ്പോൾ ബൈഹാർട്ട് ആയിണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്തെ. ഘോഷയാത്ര എന്നാണ്. ട്രൈബൽസ് ഓഫ് കേരള എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പിന്നെ ആത്മോപദേശ ശതകം. ഓക്കെ. അപ്പോൾ വെള്ളം എങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത്? ഒരു ലോങ് നോൺ നൈബറിനെ പോലെയാണ് അല്ലെ. ഒത്തിരി നാളായിട്ട് അറിയുന്ന ഒരു അയൽക്കാരനെ പോലെയാണ്. ആരോട് ഒന്നും ചോദിക്കാതെ ഗേറ്റും തുറന്ന് കോട്ടിയാടിലേക്കും, അതിനുശേഷം പിന്നെ സ്റ്റെപ്സ്, പിന്നെ കോറിഡോറിലേക്ക് എത്തുന്നു അല്ലെ, പിന്നെ ഡ്രോയിങ് റൂം, അങ്ങനെ സ്റ്റോർ റൂം, അങ്ങനെ ഒരു നെയിം പോലും പറയാതെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്നു. ആരെ പോലെ? ലോങ് നോൺ നൈബറിനെ പോലെ. അപ്പൊ അതാണ് നമ്മുടെ വാട്ടർ വരുന്ന രീതി. പിന്നെ യുവർ ലവ് വാസ് മൈ റിവെഞ്ച്, ഹു സെഡ് ദിസ്? അഗ്നി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള പ്രിയ പറയുന്നതാണ് ഈ ഒരു യുവർ ലവ് വാസ് മൈ റിവെഞ്ച് എന്നുള്ളത്. അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്ന് സെന്റൻസ് ആക്കി എഴുതാട്ടെ, ഞാൻ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളൂ. ദെൻ അടുത്തത് ഹു സിറ്റ്സ് ഹഡിൽഡ് അപ്പ് ടോസിങ് ദ ഹെയർ എന്നാ ചോദിച്ചിരിക്കുന്നത്. റെയിൻ അറ്റ് നൈറ്റ് എന്ന് പറയുന്ന കവിതയിൽ നരേറ്റർ പറയുന്നുണ്ട്, നരേറ്റർ ആണ് അവിടെ ആക്ച്വലി അങ്ങനെ ഇരിക്കുന്നത്. നരേറ്റർ സിറ്റ്സ് ഹഡിൽഡ് അപ്പ് ടോസിങ് ദ ഹെയർ ബിക്കോസ് ഷീ ഈസ് സിക്ക് ആൻഡ് ഈസ് ഓൺ ദ സിക്ക് ബെഡ്. വയ്യ ഒട്ടും, ആ ഒരു ആശുപത്രി കിടക്കയിലാണ് ഇരിക്കുന്നത്. അപ്പം മുടിയൊക്കെ അഴിച്ചിട്ട് പാറിപ്പറത്തി ഇങ്ങനെ നമ്മൾ ചുരുണ്ട് കൂടി ഇരിക്കില്ലേ, അതാണ് ഹഡിൽഡ് അപ്പ് എന്ന് പറയുക. ദെൻ അപ്പം നരേറ്റർ ആണ് ഇരിക്കുന്നതെന്നാ പറയണ്ടേ കേട്ടോ. ദെൻ അടുത്തത് വിച്ച് പാലിൻഡ്രോം ഇസ് റിപ്പീറ്റഡ് ഇൻ ദ പോയം മലയാളം ഗസൽ? മലയാളം ഗസലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാലിൻഡ്രോം ഏതാണ്? ലോങ്സ്റ്റ് പാലിൻഡ്രോം ആയിട്ടുള്ള മലയാളം എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ പാലിൻഡ്രോം ആയിട്ട് വരുന്നത്. പാലിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അങ്ങോട്ടേക്ക് എഴുതിയാലും അങ്ങോട്ടേക്ക് വായിച്ചാലും സെയിം ആയിട്ട് വായിക്കാൻ പറ്റുന്നത് കണ്ടോ. MALAYALAM. ഇനി ബാക്കിൽ നിന്ന് വായിച്ചേ MALAYALAM. സെയിം തന്നെയല്ലേ? അതിനെയാണ് പാലിൻഡ്രോം എന്ന് പറയാം. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് പാലിൻഡ്രോം ആണ് മലയാളം എന്ന് പറയുന്ന വേർഡ്. ദെൻ അടുത്തത് അക്കോർഡിംഗ് ടു ഗുരു, attaining the core reality surpasses എന്ന് പറയുന്നത് എന്താ? all ordinary knowledge and the 5 senses. Then അടുത്തത് there are 2 types of dozen in tribesന് ഇടയ്ക്ക് രണ്ടൊരു ഡസൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ഉണ്ട് എന്നാ പറയുന്നത്. ഒന്ന് പാട്രിലീനിയലും രണ്ട് മാട്രിലീനിയലും ആയിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു പാട്രിലീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വഴിയുള്ള ട്രഡീഷനാണ്. അപ്പം അവർ കൂടുതലും ചെയ്യാറുള്ളത് ഹണ്ടിങ് കാര്യങ്ങളാണ്. പാട്രിലീനിയൽ കൂടുതൽ ചെയ്യുന്നത് ഹണ്ടിങ് ആണ്. നമ്മുടെ മാട്രിലീനിയൽ ഇത് ഫാദേഴ്സ് ആണ് കൂടുതൽ ചെയ്യുക കേട്ടോ. പിന്നെ മദേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഫാമിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കേരളയിലെ ട്രൈബ്സ് ഫോളോ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. മാട്രിലീനിയലാണ് കേരള ട്രൈബ്സ് ഫോളോ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്തത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന 25 ക്വസ്റ്റ്യൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒത്തിരി കുട്ടികൾ ആ ഒരു 50 years ഓഫ് മലയാളം സിനിമയിൽ കുറച്ച് സിനിമകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഓരോ സിനിമകളെക്കുറിച്ചും നമുക്ക് ഷോർട്ട് എസ്സേക്ക് വരാം, 2 മാർക്കിന് വരാം, ഇതാരെ ഡയറക്റ്റ് ചെയ്തേ അല്ലെങ്കിൽ എന്താ തീം എന്നൊക്കെ ഉള്ള രീതിക്ക് ഷോർട്ട് എസ്സേയും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു പാഠഭാഗമാണ്. അപ്പോൾ ഞാൻ അതിൽ കൊടുത്തിരിക്കുന്ന സിനിമകളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഒരു 1 ലൈൻ തീം എന്നുള്ള രീതിക്ക് ഓരോ സിനിമയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ 1954 റിലീസാവുന്നത്. P. ഭാസ്കരനും രാമു കാര്യാട്ടാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്.
നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ലാൻഡ്മാർക്കായിട്ട് കൺസിഡർ ചെയ്യും, റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ടും ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. റെലവൻറ്റ് ഫിലിം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഒരു ലോക്കൽ സ്റ്റോറി ഉണ്ട് അതിൽ, പിന്നെ നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് അതിൽ ആ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളും അന്ന് ആ ഒരു സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് 1954 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് റെലവൻ്റ് ആണ് എന്ന് പറയുന്നത്. ഇതിന് അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം ചിലപ്പോൾ. ഇനി അടുത്തത് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ 1965 ഓരോ സിനിമകളുടെയും വർഷം കൃത്യമായിട്ട് പഠിക്കുക. 1965 ആ സിനിമ വരുന്നത്. രാമു കാര്യാട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നീലക്കുയിലില് പി ഭാസ്കരനും രാമു കാര്യാട്ടും, ചെമ്മീനിൽ രാമു കാര്യാട്ട് ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവല് അതിനടിസ്ഥാനമാക്കി ചിത്രീകരിച്ച സിനിമയാണ്. ആ മിത്തിന്റെ കേസും നിങ്ങൾ അവിടെ പറയണം. ദെൻ നിർമാല്യം എന്ന് പറയുന്നത് 1973 MT വാസുദേവൻ നായർ ചിത്രീകരിച്ച സിനിമയാണ്. അതിൽ നമ്മളെ സോഷ്യൽ ചേഞ്ചസ് കാര്യങ്ങൾ, ടെമ്പിൾ റിലേറ്റഡ് റിച്വൽസ് ഒക്കെയാണ് പറയുന്നത് നിർമാല്യത്തിൽ കേട്ടോ. മറ്റേ ഇങ്ങനെ തുള്ളുന്നതൊക്കെ ഉണ്ടല്ലോ, ഹിന്ദു ഇതിൽ തുള്ളൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെയാണ് അവിടെ പറയുന്നത്. ദെൻ അടുത്തത് സ്വയംവരമാണ്. സ്വയംവരം അടൂർ ഗോപാലകൃഷ്ണൻ 1972 ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് അന്നത്തെ കാലത്തൊക്കെ നിലനിന്നിരുന്ന പൊളിറ്റിക്സ് കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഒന്ന് തുറന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു സ്വയംവരം. അപ്പോൾ ഈ സ്വയംവരം എന്ന് പറയുന്ന സിനിമ തൊട്ടാണ് ആർട്ട് സിനിമ അല്ലെങ്കിൽ മോഡേണിസ്റ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മോഡേണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പം അന്നത്തെ കാലത്തുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ തുറന്നടിച്ച് പറയുന്ന സിനിമകളാണ് കേട്ടോ. അപ്പോൾ അത്തരം സിനിമയുടെ ആർട്ട് സിനിമ എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതാണ് സ്വയംവരം അതിൽ പെട്ടതായിരുന്നു. ദെൻ അങ്ങനെ ആർട്ട് സിനിമയിൽ പെട്ടിരുന്ന 3 ആൾക്കാരുണ്ട്. അവരുടെ പേരൊക്കെ ഒന്ന് പഠിച്ചോളൂ. ഗോവിന്ദനും പിന്നെ അടൂർ ഗോപാലകൃഷ്ണനും ഒക്കെയാണ് അതിൽ വന്നിരുന്നത്. ഒരു റൈറ്ററും കൂടി ഉണ്ട്, ജോൺ എബ്രഹാമും ആണ് അതിൽ വന്നിരുന്നത് കേട്ടോ. അടുത്തത് തമ്പ് എന്ന് പറയുന്ന സിനിമയാണ്. 1978 ഗോവിന്ദൻ അരവിന്ദൻ, അതാണ് ഫുൾ നെയിം, ആള് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അതിലൊരു വില്ലേജ് കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രാമത്തിലേക്ക് ഒരു സർക്കസ് ട്രൂപ്പ് വന്നിട്ട് ഇവർക്ക് അതിൽ ജോയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതാണ് അപ്പോൾ ഒരു urban വേഴ്സസ് റൂറൽ കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അമ്മ അറിയാൻ എന്ന് പറയുന്നത് 1986 ജോൺ എബ്രഹാം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. അതിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കേരളത്തിന്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ഒത്തിരി ഡ്രീംസുമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് അന്നത്തെ കാലത്തെ ഒരു ഗവൺമെന്റ് ഫോഴ്സ്, പോലീസ് ഫോഴ്സ്, പൊളിറ്റിക്സ് ഒക്കെ കാരണം അവർക്ക് ആ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയ്ക്ക് എഴുതുന്ന കത്താണ് അമ്മ അറിയാമെന്ന് പറയുന്നത്. ദെൻ അടുത്തത് അതിലൊരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന യാത്രയാണ്. ദെൻ അടുത്തത് വാനപ്രസ്ഥം ദി ലാസ്റ്റ് ഡാൻസ് എന്നുള്ളതാണ്. 1999 ഷാജി എൻ കരുണാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ ഒരു കഥകളി ഡാൻസർ ഒരു യങ് വുമൺ, അപ്പർ കാസ്റ്റിലുള്ള യങ് വുമണായിട്ട് സ്നേഹത്തിലാവുകയും അവർക്കൊരു ഇലിജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്യുന്ന ഒരു കഥ പറയുന്നതാണ് ആ ഒരു സിനിമ. ദെൻ ലാസ്റ്റ് പാഠം 1 ഒരു വിലാപം കേട്ടോ. ഞാൻ ഇതിൽ ഒരു വിലാപം എന്ന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പാഠം 1 എന്നുണ്ടേ. പാഠം 1 ഒരു വിലാപം. അപ്പം അത് 2003 ഇറങ്ങുന്ന ഒരു സിനിമയാണ്. TV ചന്ദ്രനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. റീഡിഫൈൻ പൊളിറ്റിക്കൽ കൾച്ചേഴ്സ് ഓഫ് ദി 1970-80s 70-80 കാലഘട്ടത്തിൽ നിന്നിരുന്ന പൊളിറ്റിക്കൽ കൾച്ചേഴ്സിനൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്യുന്ന ഒരു എന്താ പറയുക, പുനർവചിക്കുന്ന രീതിക്കുള്ള സിനിമയായിരുന്നു അത്. മുസ്ലിം ലൈഫിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ടായിരുന്നു. സോ ഇത്രയാണ് നമ്മൾ ഇതിൽ റാൻഡം ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓട്ടോണമസിന്റെ പേപ്പറും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിക്കാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രിഞ്ചസ് പഠിച്ച പോലെ ഇതും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും പഠിക്കുക, പ്ലസ് ഇതേപോലെ പാഠഭാഗത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾ പഠിക്കണം. നമ്മുടെ PDF തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. റിവ്യൂ ഇടണേ.